ഇൻഷാ അല്ലാഹ് മുഹറം മാസത്തിലെ ഓരോ ദിവസവും ചൊല്ലാനുള്ള ദിക്റാണ് നമ്മൾ ഇനി ചൊല്ലുന്നത്. പവിത്രമായ പരിശുദ്ധമായ മുഹറം മാസം, ആ മുഹറം മാസത്തിൽ നമ്മൾ ചൊല്ലാനുള്ള ദിക്റുകളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. മുഅ്മിനീങ്ങളെ വളരെ ഇഖ്ലാസോടെ റാഹത്തോടെ ഇരുന്ന് ചൊല്ലണേ, നല്ല നിയ്യത്ത് വെച്ചിരുന്ന് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് സ്ക്രീൻ ക്ലിയർ അല്ലേ? കാണില്ലേ? എല്ലാവർക്കും കാണില്ലേ? ആ ഇൻഷാ അല്ലാഹ് തുടങ്ങാം കേട്ടോ. എല്ലാവരും ചൊല്ലി വിളിച്ചവരട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചൊല്ലി തരും. എല്ലാവരും ഏറ്റു ചൊല്ലാം. ഇന്നലെ ഈ ദിക്ർ നമ്മൾ ചൊല്ലിയല്ലേ? ഇന്നലെ ദിക്ർ ചൊല്ലിയില്ലേ? ഇന്നലെ ഈ ദിക്ർ നമ്മൾ ചൊല്ലിയല്ലേ? ഇന്നലെ ഏതെങ്കിലും ചൊല്ലാതെ മിസ്സായി പോയിട്ടുണ്ടോ? ഹദ്ദാദ് ഇന്നലെ ചൊല്ലിയിട്ടുണ്ട്. തവസ്സുൽ ബൈത്തി ഇല്ലേനോ? ഇന്നലെ ആണെങ്കിൽ നല്ല ഉറക്കമൊന്നുമില്ല, ഭയങ്കര ക്ഷീണോ, നല്ല ഉറക്കം, നോമ്പും ക്ഷീണോ ഉറക്കപ്പായപ്പോ പകലത്തെ 360 ആയത്തിൽ കുർസി അൽഹംദുലില്ലാഹ് വലിയ നിഅമത്താണത്. അപ്പൊ ഇന്നലെ എന്ത് ചെയ്തു? ഭയങ്കര പെട്ടെന്ന് ക്ഷീണം കൊണ്ട് പെട്ടെന്ന് നിർത്തിക്കണം. ഇന്നലെ ചൊല്ലിയില്ലല്ലോ? ചൊല്ലിയിട്ടുണ്ട്. അല്ല ചൊല്ലാതെ നിങ്ങൾ വിടൂലെന്ന് അറിയാം. ചൊല്ലിയില്ലെങ്കിൽ പിന്നെ കമന്റിലൊന്ന് തള്ളേ ചൊല്ലിയിട്ടുണ്ട്. പക്ഷെ നല്ല ക്ഷീണം കൊണ്ട് പിന്നെ എങ്ങനെ ആലോചിച്ച് പിന്നെ ചൊല്ലിണോ ഇല്ലേ? പെട്ടെന്ന് കടന്നുറങ്ങി ചെയ്തു കഴിഞ്ഞ ഉടനെ. അപ്പോ ചൊല്ലിണോ ചൊല്ലാതെ ചെല്ലാനേതെയും വിട്ടുപോയോ ഒരു ഡൗട്ട് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കണം അല്ലേ? അൽഹംദുലില്ലാഹ്. നിങ്ങൾ ശ്രദ്ധിക്കണ്ടല്ലോ. എന്നാ നോക്കാം ഇൻഷാ അല്ലാഹ്. എന്നാ ഈ ദിക്ർ എല്ലാവരും ചൊല്ലി നല്ല റാഹത്തില് ഇൻഷാ അല്ലാഹ് എല്ലാവരും റാഹത്തില് ചൊല്ലാം. അല്ലാഹു കബൂലാക്കട്ടെ. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി. മുഹറം മാസാണ് ഒരു 3 സ്വലാത്ത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ പവിത്രമായ മാസത്തിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെല്ലാം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, തങ്ങളുടെ പവിത്രമായ മദീനയും കാണാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ. തങ്ങളെ കിടന്നിറങ്ങുന്ന മദീന പവിത്രമായ മുഹറം മാസത്തിൽ ഞങ്ങളെ ചോദിക്കുകയാണ് അല്ലാഹ്. ഒരുപാട് പ്രവാചകന്മാർക്ക് പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് നൽകിയ മാസമല്ലേ പവിത്രമായ മുഹറം. ആ മുഹറത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, പ്രാർത്ഥനയ്ക്ക് ഹിജാബത്തുള്ള രാവുകളായ പരിശുദ്ധമായ മുഹറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരണേ അല്ലാഹ്. പ്രാർത്ഥനയ്ക്ക് ഹിജാബത്തുള്ള രാവുകളാണ്, പ്രാർത്ഥനയ്ക്ക് ഹിജാബത്തുള്ള രാവുകളാണ്, പ്രാർത്ഥനയ്ക്ക് ഹിജാബത്തുള്ള രാവുകളാണ്. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഞങ്ങളെ നിന്നിലേക്ക് കൈകൾ ഉയർത്തുകളാണ്. ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാഹ്, ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാഹ്. കമന്റ് നോക്കുമ്പോ വിഷമമാണ്. ആ കമന്റുകളിലൂടെ അവരുടെ സങ്കടങ്ങളാണ് അവർ എഴുതിവിടുന്നത്, അവരെ പ്രയാസങ്ങളാണ് ആ
കമന്റിലൂടെ എഴുതി വിടുന്നത്. അവരെ മനസ്സിനലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖഭാരങ്ങളാണ് അവർ കമന്റിലൂടെ എഴുതി വിടുന്നത്. അല്ലാഹുവേ, അതെല്ലാം അവരുടെ ദുആ വസിയത്തിനുള്ള അപേക്ഷയാണ്. ദുആ ചെയ്യണം ഉസ്താദേ എന്ന വസിയത്തിനുള്ള അപേക്ഷയാണ് ആ കമന്റിലൂടെ കാണുന്ന എഴുത്തുകൾ. അല്ലാഹുവേ, അതിനെല്ലാത്തിനും നീ പരിഹാരം കൊടുക്ക റബ്ബേ. അതിനെല്ലാത്തിനും നീ പരിഹാരം കൊടുക്ക റബ്ബേ. അതിനെല്ലാത്തിനും നീ പരിഹാരം കൊടുക്ക റബ്ബേ. ഓരോ കമന്റ് കാണുമ്പോഴും വായിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ നല്ലവണ്ണമുണ്ട്. പക്ഷേ 10,000-കണക്കിന് കമന്റുകൾ, ലക്ഷക്കണക്കിന് കമന്റുകൾ ഒരേ സമയം ഇങ്ങനെ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, എല്ലാം ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എല്ലാം ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമന്റിലൂടെ എഴുതിവിടുമ്പോൾ ഉസ്താദും കാണുമല്ലോ. കമന്റിലൂടെ എഴുതിവിടുന്നവർക്ക് ഉസ്താദ് ദുആ ചെയ്യുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് റബ്ബേ ഈ പ്രിയപ്പെട്ടവരെ ഓരോ വസിയത്തും എഴുതിവിടുന്നത്. അല്ലാഹ്, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ, എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ഇതെല്ലാം പറയുമ്പോൾ ഉസ്താദേ ഞങ്ങൾക്ക് കമന്റ് എഴുതാൻ കഴിയില്ല, ഞങ്ങൾക്ക് കമന്റിലൂടെ എഴുതിവിടാൻ അറിയില്ല. ഞങ്ങൾ ഈ മൊബൈൽ വാങ്ങിയിട്ട് അറിവില്ലാവ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ കഴിയുള്ളൂ. മറ്റുള്ളവർ എഴുതുമ്പോൾ ഞങ്ങൾക്ക് എഴുതാനൊന്നും കഴിയില്ല എന്നൊക്കെ കമന്റിലൂടെ എഴുതിവിടാൻ കഴിയാതെ വിഷമിക്കുന്ന പ്രായമുള്ള ഞങ്ങളെ ഉമ്മാമമാരും ഉപ്പാപ്പമാരുമുണ്ട്. പക്ഷേ അവരെ മനസ്സ് നീ കാണുമല്ലോ അല്ലാഹ്, അവരെ മനസ്സ് നീ അറിയുമല്ലോ അല്ലാഹ്, അവരെ മനസ്സിലെ വേവലാതികൾ നീ അറിയുമല്ലോ അല്ലാഹ്, അവരെ മനസ്സിലെ സങ്കടഭാരങ്ങൾ നിനക്കറിയാമല്ലോ അല്ലാഹ്. അല്ലാഹുവേ, ആ വിഷമങ്ങൾ നീ കാണു റബ്ബേ. ആ പ്രയാസങ്ങൾ ഒന്നുപോലും ബാക്കിയില്ലാതെ നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ചൊല്ലിയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചൊല്ലി ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാം ചൊല്ലി മജ്ലിസിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചൊല്ലണട്ടോ, ഉറക്കെ ചൊല്ലി. അല്ലാഹുമ്മ 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 ഇന്നക ഖദീം വഹാദൽ ആമു ജദീദ قد أقبل وسنة جديدة قد أكملت نسألك من خيرها ونعوذ بك من شرها. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ലതുപോലെ ചൊല്ലിക്കോളി. അതിന്റെ അർത്ഥം അങ്ങനെയാണ്, അതിന്റെ അർത്ഥം അങ്ങനെയാണ്. റബ്ബേ, ഒരു പുതിയ വർഷമാണ് ഞങ്ങൾക്ക് വന്നത്, ഒരു പുതിയ വർഷത്തിലാണ് ഞങ്ങൾ ഉള്ളത്, ഒരു പുതിയ മുഹറം മാസത്തിലാണ് ഞങ്ങൾക്കുള്ളത്. വസനത്തുൻ ജദീദത്തുൻ ഖദ് അഖബലത നസ്അലുക മിൻ ഖൈരിഹാ. ഈ പുതിയ വർഷത്തിൽ നീ എന്തെല്ലാം നന്മകൾ ഈ ലോകത്തിൽ ചൊരിയുന്നുണ്ടോ ആ നന്മകളൊക്കെ ഞങ്ങൾക്കും കുടുംബത്തിനും തരണേ തമ്പുരാനെ. അതാണ് അതിന്റെ അർത്ഥം. വേണ്ടേ? ഈ കൊല്ലം അല്ലാഹു തരുന്ന നിഅമത്തുകൾ, ഈ വർഷം അല്ലാഹു നമുക്ക് തരുന്ന ലോകത്തിന് തരുന്ന നിഅമത്തുകൾ നമുക്ക് വേണ്ടേ പ്രിയപ്പെട്ടവരെ? നമുക്ക് മാത്രം പോരാ, നമ്മുടെ കുടുംബത്തിന് വേണ്ടേ, നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യക്കും വേണ്ടേ, നമ്മുടെ പ്രിയപ്പെട്ട ഇക്കാക്ക് വേണ്ടേ, മക്കൾക്ക് വേണ്ടേ, മരുമക്കൾക്ക് വേണ്ടേ, എല്ലാവർക്കും വേണം, എല്ലാവർക്കും വേണം. അതാണ് നമ്മളെ ചോദിക്കുന്നത്. നസ്അലുക മിൻ ഖൈരിഹാ. ഈ വർഷത്തിലെ മുഴുവനും നമ്മൾക്ക് ഖൈറ് തരണേ. വനഊദു ബിക മിൻ ശർരിഹാ. ഈ വർഷത്തിൽ വല്ല ശർറുകളുണ്ടെങ്കിൽ, വല്ല അദാബുകളുണ്ടെങ്കിൽ, ഈ വർഷം ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ വരാനുണ്ടെങ്കിൽ വനഊദു ബിക, നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. ഈ വർഷത്തിൽ വല്ല അപകടം വരാനുണ്ടെങ്കിൽ, ഈ വർഷത്തിൽ വല്ല ഭൂമി കുലുക്കം വരാനുണ്ടെങ്കിൽ, ഈ വർഷത്തിൽ വല്ല പ്രളയം വരാനുണ്ടെങ്കിൽ, കൊറോണ പോലത്തെ മനുഷ്യരാശിയെ കാർന്നിടുന്ന മാരകമായ ഭീകരമായ രോഗാണുക്കളെ വരുന്ന കാലഘട്ടങ്ങളിൽ, ഈ വർഷങ്ങളിൽ വരാനുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഖുർആനോടെ തസ്ബീഹ്മാല കയ്യിൽ പിടിച്ച് 10,000 ലോകത്തിന്റെ ധനാഭാഗത്തിരുന്ന് നിന്നിലേക്ക് കൈകൾ ഉയർത്തി പറയാ വനഊദു ബിക മിൻ ശർരിഹാ വനഊദു ബിക മിൻ ശർരിഹാ. ആദാബുകളിൽ നിന്ന്, ആ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ് എന്നാണ് മുഹറമിന്റെ പവിത്രമായ സുദിനത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നത്. ഈ ദുആ അല്ലാഹ് തട്ടിക്കളയൂല മോളെ, ഈ ദുആ അല്ലാഹ് തട്ടിക്കളയൂല ചെറുപ്പക്കാരാ. റബ്ബുക്കുമില്ല, ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരി എന്ന് ലോകത്തോട് ധിക്കാരത്തോടെ വിളിച്ചു പറഞ്ഞ ഫറോവയെ അള്ളാഹു നശിപ്പിച്ചത് മുഹറം 10-നാണ്. അള്ളാഹുവിന്റെ മേലിൽ അധികാരമെടുത്ത എല്ലാ ഫറോവമാരെയും പടച്ചു തമ്പുരാൻ നാശത്തിലേക്ക് വിധിച്ചത് അത് പവിത്രമായ മുഹറം മാസത്തിലാണ്. മുഹറം മാസം കളിയുടെ മാസമല്ല. മുഹറം മാസം ഒരുപാട് ചരിത്രങ്ങൾ വിളിച്ചോതുന്ന മാസമാണ്. ഒരുപാട് പവിത്രതകളും പരിശുദ്ധിയുടെ പവിത്രതകൾ വിളിച്ചു പറയുന്ന പവിത്രമായ മുഹറം മാസത്തിലാണ്. അതുകൊണ്ട് മറക്കണ്ട, നല്ലതുപോലെ 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 എല്ലാവരും മനസ്സറിഞ്ഞതുമായിരിക്കുക. അല്ലാഹുമ്മ ഇന്നക ഖദീർ ചൊല്ലി വഹദൽ ആമു ജദീദ് قد أقبل وسنة جديدة قد أقبلت نسألك من خيرها ونعوذ بك من شرها ونستكفيك فبعتها وشغلها فارزقني العصمة من الشيطان الرجيم. പതുക്കെ ചൊല്ലി തരാം, വയസ്സായാലും കുറെ ഉണ്ടാവുമല്ലോ, പതുക്കെ ചൊല്ലി തരാം. ഫർസുഖ്നൽ ഇസ്മത മിനശ് ശൈത്വാനിർ റജീം. اللهم إنك سلطت علينا عدوا بصيرا بعيوبنا ومطلعا على عوراتنا من بين أيدينا ومن خلفنا وعن أيماننا وشمائلنا يرانا هو وقبيله من حيث لا نراه. اللهم آيسه منا كما آيسته من رحمتك وقنطه منا كما قنطته من عفوك وباعد بيننا وبينه كما حيلت بينه وبين مغفرتك إنك قادر على ذلك وأنت الفعال لما تريد. وصلى الله على سيدنا محمد وعلى آله وصحبه വസല്ലം. എല്ലാവരും രണ്ട് കൈയിലൂതിയിട്ട് മുഖം തടവുക. എന്നിട്ട് നല്ല നീയത്ത് വെച്ചിട്ട് മനസ്സിൽ എന്താണോ നിങ്ങളെ നീയത്തുള്ളത് ആ നീയത്ത് നിങ്ങൾ റബ്ബിനോട് പറഞ്ഞിട്ടൊരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലിയേ. മുഹറത്തിൽ ചൊല്ലിയ ദിക്ർ ചൊല്ലി റബ്ബിനോട് നമ്മൾ പറയുന്നത് അല്ലാഹു തട്ടിക്കളയൂല. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله. الصلاة
والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله نحمد الله المجيب كل دعوة لنا وعلنا رب سواه إنه علي ربنا صلى وسلم كل هلا على أحمد الهادي وآله والصحاب والوالي نحن ندعو ربنا الكريم في توسلي واستغاثة بقوة عيننا مدهور ولي قد رجونا نصر والفتوح في أمورنا سيما في أمرنا بجاهكم مدهور وهني إننا إليكم بالإزاحة بابنا شدة آفتيا شيخنا مدهور ليس خسران لما عزايا مدهور الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي كل عفريت وشيطان وجن ماردي أذهبا ونجنا يا قطبنا مدبور ولي كم كربات كشفت عن أزيني طائه فاكشفا أن الودايا شيخنا مدبور ولي فرجا عن الندى وكل ما يغيبنا في الدنيا وفي المعادي شيخنا مدبور ولي كنت كفا حاميا لمن أتاكم يا جاء كنت فينا ناصريا سيدي مدبور ولي
എല്ലാരും ചൊല്ലി അഴ്ത്തിനാമിൻ കല്ലിഗാസത ഇൻദ കുല്ലി ഹൗലിനാ സുബ്ബ ഫീനൽ ലംനമിൽകും ശൈഖന മദവൂർ വലി ഉർകല ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله محمد رسول الله أنت أستاذ لنا أو شيخنا فما لنا منهما حسبك رشد منك يا مدبور ولي ربنا اللهم أوصلنا إلى مغمولنا وارحمنا دائما يا شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل حالات بحق شيخنا مدبور ولي آتنا أمنا نظيما وسرورا إذ يجيء مالك الموت بحق شيخنا مدبور ولي سلما سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد سالمين بمدبور ولي وفقنا لجواب مالكين بالرضا كلنا رحماننا بشيخنا مدبور ولي ربي سلم يوم بعثتنا غدا الموقف خففا حسابنا بشيخنا مدبور ولي ربي سلم هذه الأمة أزلت القضاء حين جاءون الصراط فنجينهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد الرسل الكرام مع سلام دائما بالآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മടവൂർ ശൈഖുനാന്റെ ഹദറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ തവസ്സുൽ ബൈത്തിനിയത്തിക റബ്ബേ അല്ലാഹുവേ ഖുതുബുൽ ആലം ശൈഖുനാന്റെ കാവൽ ഞങ്ങൾക്ക് തരണേ അല്ലാഹ് അവിടത്തെ തിരുനോട്ടം ഞങ്ങൾക്ക് തരണേ അല്ലാഹ് അവിടത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാഹ് മഹാനരായ ഖുതുബുൽ ആലം ശൈഖുനാ മടവൂർ ശൈഖുനാ റബ്ബേ അവിടത്തെ ഹദറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിന്റെ മുഴുവൻ സവാബ് നീ എത്തിക്കണേ റഹ്മാനേ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഓരോ സഹോദര സഹോദരിമാർക്കും എന്തെല്ലാം നല്ല നിയ്യത്തുകളാണോ മനസ്സിലുള്ളത് എന്ത് നിയ്യത്ത് മനസ്സിൽ കരുതിയിട്ടാണോ അവർ മജ്ലിസിൽ നിൽക്കുന്നത് എന്ത് നിറവേറണമെന്ന നിയ്യത്ത് വെച്ചിട്ടാണോ ഈ മജ്ലിസിൽ ഇരിക്കുന്നത് രാജാവായ യജമാനനായ റബ്ബേ ആ
നിയത്തുകളെല്ലാം സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ പ്രയാസങ്ങളെ, അവരുടെ സങ്കടങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. റൈഹാന ചുങ്കത്തറയിൽ നിന്ന് 11 വർഷമായി ഉസ്താദേ കല്യാണം കഴിഞ്ഞ് ഞാനൊരു ടീച്ചറായി ജോലി ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അധ്യാപകനാണ്. അൽഹംദുലില്ലാഹ് 11 വർഷത്തിന് ശേഷം പ്രിയപ്പെട്ട റൈഹാനത്തി ടീച്ചർ, ആ പ്രിയപ്പെട്ട സഹോദരി ഗർഭിണിയാണ് എന്നും അവരെ അറിവിന്ദിലാവിൽ ഞാനും എന്റെ ഇക്കയും ഇരിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ് റബ്ബേ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് പറയുന്നവർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ. ബർക്കത്ത് വേണമെങ്കിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നീ അത് നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. നീ അത് നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ മലിക്കുൽ ജബ്ബാറായ ഹാജനായ റഹ്മാനെ, എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി മുഹറം മാസത്തിലെ പവിത്രമായ മുഹറം മാസത്തിലെ ജദ്ദിദു ഈമാനക്കും വനഗ്റോ ഖുലൂബക്കും വസയ്യനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു. എല്ലാവരും പെട്ടെന്ന് കേട്ടോ, നമുക്ക് തിബ് സ്വലാത്ത് എഴുതണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മുഹറം 10ന്റെ മുന്നോടിയായിട്ട് ഉസ്താദ് നാട്ടിലെത്തുട്ടോ. മുഹറം 10 മുതൽ ഇൻഷാ അല്ലാഹ് വീട്ടില് സന്ദർശനം ചികിത്സ ഉണ്ടാവും. മുഹറം 10 മുതൽ ട്ടോ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله എല്ലാവരുടെ കണ്ണിനോരം മുഖം തടവുക ഈ മുഖത്തല്ലാഹു മരണസമയത്ത് ഈമാനിന്റെ വെളിച്ചം തരട്ടെ ഈ മുഖത്തല്ലാഹു മരണസമയത്ത് ഈമാനിന്റെ പ്രകാശം തരട്ടെ അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബ് നന്നാക്കി തരണേ റഹ്മാനേ ഈ ദിക്റിലൂടെ ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ് പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങളെ കടന്നിരിക്കുകയാണ് അല്ലാഹുവേ ഒരു പിണക്കമില്ലാത്ത വർഷമാക്കണേ അല്ലാഹ് ഈ പുതിയ വർഷത്തിലെ പവിത്രമായ മുഹറം പവിത്രമായ രാവുകൾക്ക് പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് ലഭിക്കുന്ന പരിശുദ്ധമായ ഈ മുഹറത്തിന്റെ രാവുകളിൽ അല്ലാഹ് ഈ മുഹറത്തിലെ ഓരോ ദിവസങ്ങളും അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന ഞങ്ങളെ എല്ലാവരുടെ സങ്കടങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന ദിവസങ്ങളാക്കണേ അല്ലാഹ് ദിവസങ്ങളാക്കണേ അല്ലാഹ് അദ്ദേഹം ഖബറിലാണ് അല്ലാഹ് ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയടക്കം ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ ഖബറുകളെല്ലാം സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റണേ അല്ലാഹ് ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം മലല്ലേ കയ്യില് മലണ്ടോ എവിടെ ആ കണ്ട ഒറ്റ തസ്ബീഹ് മാല എടുത്തിട്ടില്ല കേട്ടോ ഉണ്ടോ എവിടെ കാണിച്ചാട്ടി കളി നടക്കൂല തസ്ബീഹ് മാല أستغفر الله العظيم 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 أستغفر الله العظيم
ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പറ്റിയ അത്ഭുത മരുന്നാണ്. ആ ഇസ്തിഗ്ഫാർ നിങ്ങൾ ചൊല്ലിയില്ലേ, ഇനി രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് കയ്യിലൂതുക. നിങ്ങളെ തടവിക്കൊടുത്തേ, എവിടെയാണോ നിങ്ങൾക്ക് വേദനയുള്ളത് അവിടെയൊന്ന് തടവിക്കൊടുത്തേ. ഇസ്തിഗ്ഫാറിലൂടെ റബ്ബ് നമ്മുടെ രോഗങ്ങളെ മാറ്റിത്തരട്ടെ, നമ്മുടെ തെറ്റുകളല്ല നമ്മോടല്ല മാപ്പാക്കട്ടെ, നമ്മുടെ കടങ്ങളല്ലാഹു വീട്ടിത്തരട്ടെ. അല്ലാഹ് കല്യാണങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം അല്ലാഹ്. ഇന്ന് ഞങ്ങളെ പ്രിയപ്പെട്ട എത്രയോ മുഅ്മിനീങ്ങൾ ദുആർക്കാൻ വേണ്ടി ഉസ്താദേ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ല. നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്കൊക്കെ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് നിന്നോട് ചോദിക്കുന്നത്. ഈ മാസം മുഹറമാണ് റബ്ബേ, ഈ മാസം മുഹറമാണ് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് കാണുന്ന കുടുംബത്തിലെ മക്കളില്ലാത്ത എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. അവർ വലിയ പ്രതീക്ഷയിലാണ്. ഒരു ദിവസം പോലും ഒഴിവില്ലാതെ, ഒരു ദിവസം പോലും ഒഴിവില്ലാതെ അറിവില്ലാതെ അവർ കേൾക്കുന്നുണ്ട്. ഓരോ പ്രിയപ്പെട്ടവർക്ക് മക്കളുണ്ടായ സന്തോഷങ്ങളെ വായിച്ചു കേൾക്കുമ്പോ ഇൻഷാ അല്ലാഹ് എനിക്കും അല്ലാഹു തരുമല്ലോ, എന്റെ പേരും എങ്ങനെ പറയുമല്ലോ, ഒരു നാൾ അല്ലാഹു എനിക്ക് തരുമല്ലോ. അല്ലാഹുവേ, വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പൊന്നുമോനെ കൊടുത്തതുപോലെ മക്കളുണ്ടാകൂല എന്ന് ഒരാളെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എന്റെ മഹദിയായ 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 മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഞങ്ങളെ മുന്നിലുണ്ടല്ലോ. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഭർത്താവില്ലല്ലോ. മറിയം ബീവിയുടെ കല്യാണം ഈ ദുനിയാവിൽ നിന്ന് കഴിഞ്ഞിട്ടില്ലല്ലോ. മറിയം ബീവി അല്ലാഹു മറ്റൊരു ആണിനെ കൊണ്ട് ഭർത്താവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചില്ലല്ലോ. മറിയം ബീവി ഒരു പുരുഷനോ ഒരു ആണോ മറ്റൊരാളൊരു ഭർത്താവോ തൊട്ടിട്ടില്ലല്ലോ. എന്നിട്ട് പോലും അല്ലാഹു അങ്ങ് തീരുമാനിച്ചപ്പോ, അല്ലാഹു അങ്ങ് മനസ്സിൽ കരുതിയപ്പോ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചുവല്ലോ. ആ ഗർഭത്തിലൂടെ നല്ലൊരു പൊന്നുമോനെ ഇസ്മായിൽ നബി മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പൊന്നു തങ്കക്കുടത്തെ അല്ലാഹു നൽകിയല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്, ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഉണ്ടാകൂല എന്ന് പറഞ്ഞാലും നീ കരുതിയാൽ ഉണ്ടാകുമല്ല, നീ കരുതിയാൽ ഉണ്ടാകുമല്ല, നീ കരുതിയാൽ ഉണ്ടാകുമല്ല. ഭർത്താവില്ലാത്ത തടസ്സം മാറ്റിയിട്ട് മറിയം ബീവിക്ക് മക്കളെ കൊടുത്ത രാജാവായ റബ്ബേ, കല്യാണം കഴിഞ്ഞ ഭർത്താവിനെ ടെസ്റ്റ് ചെയ്തപ്പോ കൗണ്ട് കുറവാണ്. അല്ലാഹുവേ, ഭാര്യയ്ക്ക് ടെസ്റ്റ് ചെയ്തപ്പോ പ്രശ്നങ്ങളാണ്. മരുന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മരുന്നുണ്ടെന്നറിയുമ്പോ അങ്ങോട്ട് അവര് പോവുകയാണ്. ലോകത്ത് എവിടെയും ഇനി ഞങ്ങൾ പോവാൻ ബാക്കിയില്ല. പക്ഷേ ഏത് മരുന്ന് ഞങ്ങളെ കഴിച്ചാലും ഞങ്ങളെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങളെ പടച്ചത് നീയാണ്, ആണിനെ പടച്ചത് നീയാണ്. അതുകൊണ്ട് ആണിന് നൽകാൻ കഴിയുന്നതല്ല, ആണിന് വേണ്ടതെല്ലാം നീയാണ് നൽകുന്നത്. പെണ്ണിനെ പടച്ചവൻ നീയാണ്, ആ പെണ്ണിന് വേണ്ടതെല്ലാം നീയാണ് നൽകുന്നത് റഹ്മാനെ, നീയാണ് നൽകുന്നത് റഹ്മാനെ. മക്കളില്ലാത്ത പേരിൽ ആരെയും കളിയാക്കിയാലും, മക്കളില്ലാത്ത പേരിൽ ആര് കുറ്റപ്പെടുത്തിയാലും, മക്കളില്ലാത്ത പേരിൽ ആര് ഞങ്ങളെ കുത്തുവാക്ക് പറഞ്ഞാലും ഞങ്ങളെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങളെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ആ സന്തോഷം കേട്ടല്ലോ. നീ ഞങ്ങളെ കൈവടിയൂല എന്ന പ്രതീക്ഷയാണ് റബ്ബേ ഞങ്ങൾക്കുള്ളത്. നീ ഞങ്ങളെ കൈവടിയൂല എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളതല്ല. കൈവിടല്ലനാദാ, കൈവിടല്ലനാദാ, കൈവിടല്ല അല്ലാഹ്, കൈവിടല്ലേ തമ്പുരാനേ.
ആരോഗ്യമുള്ള മക്കളെ തരണേ, ആൺമക്കളെയും പെൺമക്കളെയും തരണേ. ഞങ്ങൾക്ക് ഖൈറായ മക്കളേതാണെന്ന് നിനക്കറിയാലോ അല്ലാ, നീ നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഒരു 11 സ്വലാത്ത്, എല്ലാവരും ഒരു 11 സ്വലാത്ത് ചൊല്ലിയിട്ട് തിബ്ബ് സ്വലാത്ത് ചൊല്ലാണ്. തിബ്ബ് സ്വലാത്ത് ചൊല്ലുമ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന ഒരു വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അവരടുത്തേക്ക് മാറിയിരിക്കണം കേട്ടോ. അവരടുക്കിൽ നിന്ന് നമുക്ക് സ്വലാത്ത് ചൊല്ലാം. നിങ്ങൾ ടിവിയുടെ മുന്നിൽ വന്ന് മജ്‌ലിസ് കേൾക്കുമ്പോ നിങ്ങളെ മൊബൈൽ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ലാപ്ടോപ്പിലൂടെ മൊബൈലിലൂടെ മജ്‌ലിസ് കേൾക്കുമ്പോ നിങ്ങളെ വീട്ടിൽ സുഖമില്ലാതെ ബെഡിൽ കിടക്കുന്ന നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളെ പ്രിയപ്പെട്ടവരും അവർക്കും ഒരു ആഗ്രഹമുണ്ടാകും. നിങ്ങൾ അവരുടെ അടുത്തേക്ക് മാറി നിന്നിട്ട് മജ്‌ലിസ് കേൾക്കുക. അല്ലാഹുവേ, സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. ഒരു 11 സ്വലാത്ത് ചൊല്ലിക്കോളി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുവേ, ആ സ്വലാത്തുകൾ മുഴുവനും നീ കബൂലാക്കണേ അല്ലാ. ആ സ്വലാത്തുകൾ മുഴുവനും നീ കബൂലാക്കണേ അല്ലാ. സ്വീകരിക്കണേ റഹ്മാനേ.